7 മണിക്കാണ് ഈ ആന ഇവിടെ വരുന്നത്. ഇത് വീടിൻ്റെ അടുത്ത് ഇപ്പം വീട്ടിൽ താമസിക്കാനൊക്കാത്ത ഒരു ഗതികേടായി മാറിയിരിക്കുക. ഇവിടെ വന്ന് ഇപ്പം എത്ര ഒരു 10, 15, 20 വാഴ ഇപ്പം ഓടിച്ച് കളഞ്ഞു. ഈ ഇതിങ്ങനെ ഇതിനൊക്കെ ഞങ്ങൾക്കൊരു ഇതിന് ഒരു പ്രതിഫലവും കിട്ടുന്നില്ല. ഞങ്ങളിത് ഫോറസ്റ്റുകാരോട് കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അവർ വന്നു കണ്ടേച്ച് പോകുന്നു. ഞങ്ങൾ കുറച്ച് കാശ് കൂടെ അതിൻ്റെ പുറത്ത് പോകുന്നു. അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 7 മണി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ആന അവിടെ അക്കരെ ഒരു നിൽക്കുക. അവിടുന്ന് ആനയെ ചാടിച്ച് ഞങ്ങളെ ചാടിച്ചുകൊണ്ട് ആന ഇക്കരെ കയറി. ഞങ്ങളപ്പോഴത്തേനും ഓടി കഴിഞ്ഞ് റോഡിൻ്റെ അടുത്തോട്ട് വന്നു. ആന പിന്നെ അതിലൂടെ അങ്ങോട്ട് പോകുമായിരുന്നു. ഞങ്ങൾ പിന്നെ അതിൻ്റെ പുറകെ കുറച്ച് ദൂരം പോയി. കുറച്ച് ദൂരം പോയപ്പോഴത്തേനും പിന്നെ അങ്ങ് ഇവിടെ ഒരു 8 ഏക്കർ ഫോറസ്റ്റുകാരെ വിളിച്ചാൽ ഒന്നും വരത്തില്ലേ? ഫോറസ്റ്റുകാരൊന്നും ആരെ കണ്ടിട്ട് വിളിക്കാന്? ഫോറസ്റ്റുകാരൊക്കെ വല്ലപ്പോഴൊക്കെ ഇതിലൂടെയൊക്കെ പോകുന്ന കാണും, അത്രയേ ഉള്ളൂ. ഇവിടെ ആരും വരുത്തൊന്നുമില്ല. ഈ മതിലിനപ്പുറം റോഡാണ്, ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. ഇത് കണ്ടില്ലേ, മൊത്തവും കൃഷി ചെയ്ത് 1 വർഷം കാത്തിരുന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ചെയ്യാനൊക്കെ ഇത് മൊത്തം നശിപ്പിച്ചിരിക്കുകയാണ്. 10 മാസം 11 മാസം കാത്തിരുന്ന് ഞങ്ങൾക്ക് ഒരു വിളവോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടില്ലേ, 10, 300, 400 രൂപ ഒരു വാഴയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവാക്കി വെക്കുന്നു. ഒരു പൈസ കിട്ടത്തില്ല. സർക്കാരിനോട് പറഞ്ഞ സർക്കാർ ഒരു ആനുകൂല്യമില്ല. ഇപ്പം തരാം, നാളെ തരാം, നാളെ മറ്റന്നാൾ വരാമെന്നും പറഞ്ഞ് ഞങ്ങളെ കൈ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഫോറസ്റ്റുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരും. നമ്മൾ പോയി പറഞ്ഞാൽ അവർ വരും, വന്ന് വണ്ടിയും കൊണ്ട് റോഡെ ഇട്ടേച്ച് ഒരു ദിവസം 2 കുണ്ടും പൊട്ടിക്കും. അവരവരുടെ പാട്ടിന് പോകും. 3-ാം പൊക്കം വീണ്ടും ആന ഇറങ്ങുക. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മതിൽ വരെ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ ജീവിക്കാൻ കാരണം ഇത് കാടില്ല. ഫോറസ്റ്റ് ഞങ്ങളുടെ ഈ ഏരിയയിലെങ്ങും ഫോറസ്റ്റുള്ള ഏരിയ അല്ല. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്ററിന് അപ്പുറമാണ് ഫോറസ്റ്റ്. ഇത് നാട്ടിൻ പ്രദേശമാണ്, അല്ല കാടോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. പണ്ട് കാലത്തൊന്നും ഇത്രയൊന്നുമില്ല. ഇവിടെ വന്നിട്ടേ ഇല്ല. ഇവിടെ ആന വന്ന ചരിത്രമില്ല. ഇവിടെ ആന വന്ന ചരിത്രമേ ഇല്ല. ഇതിപ്പം ഹൈവേയിലായില്ലയോ. ഇത് അച്ചൻകോവിൽ പിന്നെ ശബരിമല പാതയാണിത്, മെയിൻ പാതയാണ്. ഇവിടെ ആന വന്ന ആദ്യ ജീവിതത്തിൽ ആദ്യ ചരിത്രമായത്.